ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം, വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ അടുത്ത് എന്നുള്ളൊരു രീതിയിലിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളപ്പോൾ പ്ലാൻ ചെയ്തു നേരെ കുട്ടിക്കാനം വിടാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ പോയത്. നല്ലൊരു ടൈമായിരുന്നു, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയത്തായിരുന്നു പോയത്. അതായത് ഇന്നലെയാണ് ഞങ്ങൾ പോയത്. ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ പോയേക്കുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ റാന്നിയിൽ നിന്ന് നേരെ ഞങ്ങൾ വെച്ച് പിടിച്ച് പോയത് നേരെ പാഞ്ചാലിമേടാണ്. അവിടെ ചെന്ന് കുറേ കയറി അകവെല്ലാം കയറി കണ്ടെല്ലാം അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടാണ് പോയത്. നല്ല വൈബായിരുന്നു. വെയിലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ നല്ലൊരു രസമുണ്ടായിരുന്നു. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ പോയത് കാരണം തന്നെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി പാസ്സൊക്കെ എടുത്ത് അകത്തോട്ട് കയറുമ്പോൾ നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊച്ചുകുട്ടി ആബാലവൃതം എന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും കൂടെ വെച്ച് പിടിച്ച് നേരെ അകത്ത് കയറി. ആദ്യം ഞങ്ങളിതുകൊണ്ട് കാണുന്ന ആ ഒരു ഇതിലോട്ടാണ് കയറിയിരിക്കുന്നത്. ചെറിയൊരു കൂടാരം പോലെ സംഭവം വെച്ചിരിക്കുന്ന അവിടോട്ടാണ് കയറിയത്. അവിടെ കയറി അവിടെ നിന്ന് പിന്നെ നേരെ ഞങ്ങൾ മുകളിലോട്ട് പിന്നെയും കയറിപ്പോയി. ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഞാൻ വഴിയേ പറയാം, അത് കാണാൻ വേണ്ടിയാണ് മെയിനായിട്ട്. അതിൽ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം. ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയാണ് വെച്ച് പിടിച്ച് ഞങ്ങൾ ഏതായാലും കുട്ടിക്കാനം വാഗമണ്ണ് പോയത്. അപ്പോൾ ആ ആഗ്രഹം സഫലമായതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പം ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഞങ്ങൾ ഈ പാഞ്ചാലിമേട് നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ആ ഒരു പറഞ്ഞ സ്ഥലത്തോട്ടാണ്. അതുവഴിയേ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് അത് നിങ്ങൾ പകുതിയാകുമ്പോഴത്തേക്കിന് മനസ്സിലാക്കുന്നതായിരിക്കും. അങ്ങനെ ഞങ്ങൾ മേളിലോട്ട് പാഞ്ചാലിമേട് വഴി പാഞ്ചാലിമേടിൻ്റെ അകത്ത് മേളിലോട്ടൊക്കെ കയറിപ്പോയി. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ വെയിൽ അതൊരു ഇഷ്യൂ ആയിരുന്നു. എന്നാലും ഞാൻ പറയുന്നുണ്ട്, നല്ല തണുത്ത കാറ്റ് തന്നെ ഉണ്ടായിരുന്നു. വെയിലും തണുത്ത കാറ്റും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു കോംബോ ആയിരുന്നു അവിടെ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. പിന്നെ ഈ സൈഡിലത്തെ എല്ലാം പോച്ചകളെല്ലാം അവർ കരിച്ച് കളഞ്ഞേക്കുവാണ് ചെയ്തേക്കുന്നത്. അതെന്താ സംഭവം എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്നും മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ പാഞ്ചാലിമേടെല്ലാം കയറി ഒത്തിരി ഹാപ്പിയായിരുന്നു. ഞങ്ങൾ ഭയങ്കര ആയിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ്. അങ്ങനെ എനിക്ക് ഈ മേളിൽ കയറിയപ്പോഴുള്ള വ്യൂ ഭയങ്കരമായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, വലിയൊരു ആഗ്രഹം ആകാൻ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൂടെ ആയത് കാരണം കാണുന്നതെല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ പാഞ്ചാലിമേട് കയറി ആ മേളിൽ നിന്നുള്ള വ്യൂ എല്ലാം കണ്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങി പോയത് വാഗമണ്ണിലോട്ടാണ്. വാഗമണ്ണ് ചെന്ന് നേരെ പൈൻ വാലി, അതായത് പൈൻ ഫോറസ്റ്റിലേക്കാണ് ഞങ്ങൾ ചെന്ന് കയറുന്നത്. അവിടെ ഈ പറയുന്ന പോലെ പാസ്സൊക്കെ എടുത്ത് പൈൻ ഫോറസ്റ്റിൽ കയറിയപ്പോഴും നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ അകത്തിരുന്ന് ഞങ്ങളുടെ സമയമൊക്കെ കുറേ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ അകത്ത് പിന്നെ വലിയ വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത കാരണം നല്ല തണുപ്പും നല്ലൊരു ഫീലായിരുന്നു. അടിപൊളിയായിട്ട് തന്നെ ഫീൽ ചെയ്തു. നല്ലൊരു വൈബായിരുന്നു അവിടെ ഞങ്ങൾക്ക് നിന്നപ്പം കിട്ടിയതെന്ന് വെച്ചാൽ. എനിക്ക് തോന്നുന്നു ഈ പൈൻ ഫോറസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഞാൻ വരുന്നത്. വാഗമണ്ണ് ഞാൻ അങ്ങനെ വന്നിട്ടില്ല. കുട്ടിക്കാനം, പരുന്തുംപാറ അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്, കൂടുതലും വന്നിരിക്കുന്നത്. അങ്ങനെ പൈൻ ഫോറസ്റ്റിൽ നിന്നൊക്കെ ഇറങ്ങി ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ സംഭവം, എനിക്ക് ഒത്തിരി എൻ്റെ ജീവിതത്തിൽ സഫലമായ ഒരു സംഭവത്തിലേക്ക് ചെന്നതിൻ്റെ ആണ് ആ ഒരു ബോർഡ് കണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു അതുവഴി കയറത്തില്ല, ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഉണ്ട്, അവിടെ ചെന്ന് പാസ് എടുത്താലേ നമുക്കകത്ത് കയറാൻ പറ്റത്തുള്ളത്. അപ്പം ഞങ്ങൾ നേരെ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് ഈ വെച്ച് പിടിച്ച് പോകുന്നത്. എനിക്ക് തോന്നുന്നു മെയിൻ റോഡിൽ നിന്ന് ഉള്ളിലോട്ടൊരു 1.5 കിലോമീറ്ററെങ്കിലും കാണുമായിരിക്കും കയറി പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ഒരു യാത്ര താണ്ടി ഞങ്ങൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് കയറുവാണ്. അപ്പം വണ്ടിക്കും ആളിനും ഒക്കെ സെപ്പറേറ്റ് പാസ്സൊക്കെ എടുക്കണമായിരുന്നു. അതുമെല്ലാം എടുത്തു. അപ്പം ഞാൻ ഇനി എന്തായാലും പറയാം എന്തായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം എന്നുള്ളത്. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് കയറണം എന്നുള്ളൊരാഗ്രഹം എന്ന് പറയുന്നത് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. ആ ഒരു ആഗ്രഹമാണ് അതുകൊണ്ട് ഇപ്പം ഈ സഫലമാകാൻ പോകുന്നത്. അതിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെ ആയിരിക്കും, പേടി കാണുമോ എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഈ വെച്ച് പിടിച്ച് പോവുകയാണ്.
ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കയറാനായിട്ട്. അത് മാത്രം എനിക്ക് കയറിയാൽ മതിയായിരുന്നു. എനിക്കല്ല വേറെ ഒന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിലും എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയൊരു ആഗ്രഹമാണ്. ഇത് തുടങ്ങിയ സമയം തൊട്ട് ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട് നമുക്ക് പോകാമെന്ന്. പക്ഷെ ആ സമയത്തൊന്നും പോകാതെ ഈ ഒരു സമയത്താണ് പോകാൻ സത്യം പറഞ്ഞാൽ അവസരം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് അകത്തോട്ട് ഞങ്ങൾ കയറി പോവാണ്. അപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടപ്പോഴേ കിട്ടത്തേമേ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ലഡ് പൊട്ടിയ ഒരു അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനുള്ള പാസ് എടുക്കാനായിട്ട് നിന്നപ്പോൾ നേരത്തെ ഒരു കൊച്ചിനെ ഇട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ദൈവമേ, ആ കൊച്ചാണെ കിടന്ന് അലറി കൂവിയാണ് നിൽക്കുന്നത്. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് എല്ലാം ഓഫ് ചെയ്തിട്ട് ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുത്തത്. അങ്ങനെ അതുമെല്ലാം കണ്ട് പാസ്സും ഒക്കെ എടുത്ത് നേരെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ട് ഇറങ്ങിപ്പോവാണ്. മുകളിൽ നിന്ന് കുറച്ച് നടക്കാനായിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഇറങ്ങിപ്പോവാണ്. വലിയ ആളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയമെന്ന് വെച്ചാൽ ഒരു 4:30 ആയപ്പോഴാണ് ഞങ്ങൾ ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഒരു സെക്ഷൻ കയറിയിരിക്കുന്ന അത്രയും ആൾക്കാരെ ഇറക്കിയതിന് ശേഷമേ അടുത്ത സെക്ഷൻ ആൾക്കാരെ കയറ്റത്തുള്ളൂ. പിന്നെ ചെരുപ്പെല്ലാം നോർമലായിട്ട് പറയുന്ന പോലെ ചെരുപ്പെല്ലാം ഊരിയിട്ടിട്ട് വേണമായിരുന്നു കയറാനായിട്ട്. പിന്നെ പിള്ളേരെ എടുത്ത് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, നടത്തിക്കൊണ്ടേ പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. കൊച്ചു കിടന്ന് കച്ചിലും ബഹളമൊക്കെ ആയത് കാരണം പിള്ളേരെ അങ്ങനെ പറ്റത്തില്ല, നടത്തിക്കൊണ്ട് പോകാനായിട്ടേ പറ്റത്തുള്ളൂ. പിന്നെ ആകെ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ 5 മിനിറ്റ് സമയം അവർ തരുന്നുള്ളൂ. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് കയറാനായിട്ട് ചെല്ലുമ്പോൾ ആകെ 5 മിനിറ്റാണ് തരുന്നത്. ഈ 5 മിനിറ്റിനുള്ളിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കാം, എന്തുവാണെന്ന് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. 5 മിനിറ്റ് കൂടുതൽ അതിൻ്റെ അകത്ത് നിൽക്കാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ അതെനിക്കൊരു ഫോൾട്ടായിട്ട് തോന്നിയായിരുന്നു. എനിവേ ഇതിൽ കയറാൻ പറ്റിയതിന് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്തായാലും ഉള്ളിൽ. അങ്ങനെ നേരെ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് എൻ്റെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറി. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേന് ഇവരെല്ലാവരും ഇങ്ങനെ അനങ്ങി പോകുന്നതേ ഉള്ളൂ. അന്നേരപ്പോഴാണ് പറയുന്നത് 5 മിനിറ്റ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് പോയി. ഞാൻ താഴോട്ട് തന്നെ നോക്കിയാണ് നടന്നത്. എനിക്ക് താഴോട്ട് നോക്കി നടക്കുന്നതാണെന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നേരെ നോക്കുന്നതിനേക്കാൾ എല്ലാവരും പറഞ്ഞു താഴോട്ട് നോക്കി നടന്നപ്പോഴത്തേക്കിന് തല കറങ്ങുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു, പേടി തോന്നുന്നുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷേ എനിക്കതൊന്നും തോന്നിയൊന്നുമില്ല. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഫീലായത്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻഡിൽ വരുമ്പോഴത്തേക്കിനും നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ക്ക് ആവുന്നുമുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എത്രയാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് കയറുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയായിരിക്കും. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി കുറച്ച് വീഡിയോയും ഫോട്ടോയും എല്ലാം എടുത്ത് ഹാപ്പിയായി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അവിടെ നിന്ന് നേരെ 5 മിനിറ്റ് സമയമുള്ളായിരുന്നു. 5 മിനിറ്റ് സമയം കഴിഞ്ഞ് നേരെ താഴെ ഇറങ്ങി വന്നപ്പം ബ്രിഡ്ജിൽ നിന്ന് താഴെ ഇറങ്ങി വന്നപ്പം ദേണ്ട ഊഞ്ഞാലാടുന്നു. എൻ്റെ ആദ്യത്തെ ആ ഒരു വിടൽ എന്ന് വെച്ചാൽ ഒരു വല്ലാത്ത വിടലാണ്. നമ്മുടെ വയറ്റിൽ കിടക്കുന്നത് വായി വരുന്ന രീതിയിലാണ് അവരുടെ ആ ഒരു വിടൽ എന്ന് പറയുന്നത്. പിന്നെ ഉള്ള ഇത് സ്ലോയിലാണ് പോകുന്നത്. അവിടെ നിന്ന് കയറി വന്നപ്പോൾ ഇതുപോലെ ഈ റോപ്പിൽ കൂടെ ആകാശത്തൂടെ ദേണ്ട്ര പോകുന്നത് സൈക്കിളിൽ ഞാൻ ആദ്യമായിട്ടാണ് ആകാശത്തു കൂടെ സൈക്കിളിൽ പോകുന്നത് കാണുന്നതെന്ന് പറയുന്നത് പോലെ അങ്ങനെ ആകാശത്തു കൂടി സൈക്കിളിൽ പോകുന്നതും എല്ലാം കണ്ടു. സൈക്കിളിൽ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്ത് ചെന്നാൽ അവിടെ നിന്ന് തിരിച്ച ആ വ്യക്തി തന്നെ തിരിച്ചും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നതും എല്ലാം കണ്ടു. അങ്ങനെ എല്ലാം ഒന്ന് കാണുകയും എക്സ്പീരിയൻസ് ചെയ്യാനും എല്ലാം പറ്റി. പിന്നെ ഒരു ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ള ഒരു പോക്കായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഇഷ്യൂ എന്ന് പറയാനായിട്ട് ഈ ഒരു വെയിലാണ്. എന്നാലും ഈ പറയുന്ന പോലെ ഭയങ്കര ഞാൻ റാന്നിക്കാരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഇവിടുത്തെ സംബന്ധിച്ചുള്ള വെയിലിൻ്റെ ചൂടിൻ്റെ അത്ര എന്തായാലും ഇല്ലായിരുന്നു. അവിടെ ചൂടുണ്ടോ എന്ന് ചോദിച്ചാൽ ചൂടുണ്ട്, എന്നാൽ അത്രയും വലിയ ചൂടില്ലായിരുന്നു. ഈ ഒരു സംഭവം എൻ്റെ ദൈവമേ, ഇത് കണ്ട് ഞങ്ങൾ ചിരിക്കുകയും ചെയ്തു. ഇതിൻ്റെ അകത്ത് കൊച്ചിനെ കണ്ട വവ്വാൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫീലാണ് വരുന്നത്. ഈ ഒരു സംഭവം വിടുമ്പോഴത്തേക്കിന് ഇതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഈ ഒരു സംഭവം വിടുമ്പോഴത്തേക്കിന് കൊച്ചു കിടന്ന് കടകം മറിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 3 തവണയെങ്കിലും അതൊന്ന് കടകം മറിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോൾ തന്നെ അത് ഒരുമാതിരി വവ്വാൽ പോയി. ആ ഒറ്റ വിടലിൽ തന്നെ അത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യും. അയ്യോ, എല്ലാവരും ഭയങ്കര ചിരിയും ആലയും ബഹളവും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നോക്കി ഇപ്പം കണ്ടാൽ ശരിക്കൊരു വവ്വാൽ തൂങ്ങിക്കിടക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ അതും കണ്ടു. അതുപോലെ തന്നെ വേറൊരു പെങ്കൊച്ചും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അതും ഇത് പറഞ്ഞാൽ 2 പ്രാവശ്യമെങ്കിലും കടകം തിരിഞ്ഞു. എനിക്ക് തോന്നുന്നു വയറ്റിൽ കിടക്കുന്നതെല്ലാം നമ്മൾ കഴിച്ചിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ നിൽക്കുന്നവരുടെ എല്ലാവരും ദേഹത്തേക്ക് ഇത് എന്നാ പറയുന്നത് സ്പ്രേ ചെയ്ത് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വേണമെങ്കിൽ പറയുന്നത് പോലെയാണ്. അമ്മ അതിരി പോക്കാണ് പോകുന്നത്. ആദ്യത്തെ ആ ഒരു വിടൽ എന്ന് വെച്ചാൽ അത്
ശരിക്കും നമ്മൾ ഞെട്ടിപ്പോവുക. അതുപോലുള്ളൊരു പോക്കാണ് പോകുന്നത് കണ്ടോ. ആ ഒറ്റ ഒരു പോക്കിൽ തന്നെ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങനെയിട്ടങ്ങ് കടകം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട് അടിപൊളിയായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയത് തന്നെ. അങ്ങനെ വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗ്ലാസ് ബ്രിഡ്ജിന് തേണ്ടി ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോവുകയാണ്. ആ ഗ്ലാസ് ബ്രിഡ്ജിൽ ഒന്നുകൂടെ ഒക്കെ കയറണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ആകെപ്പാടെ 5 മിനിറ്റ് തരുന്നുള്ളൂ. അവിടെ നിന്ന് തിരിച്ച് നേരെ ഞങ്ങൾ ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്കിന് നേരെ റാന്നിയിൽ ഞങ്ങളുടെ നാട്ടിലങ്ങനെ വന്നെത്തി. എങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഫാമിലിയായിട്ട് ഇങ്ങനെ ഒരു പോക്കൊക്കെ പോയി എൻജോയ് ചെയ്തെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. അതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെയൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസ് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഓടിപ്പോയി കണ്ടു. അതൊക്കെ എത്രയാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായിരിക്കും. അങ്ങനെ ഈ ഒരു ട്രിപ്പ് പോയതിൻ്റെ ചെറിയൊരു വീഡിയോയാണ് ഞാൻ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ എൻ്റെ സ്ക്രീനിലും അതുപോലെ കാർഡിലായിട്ടൊക്കെ നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആഡ് ചെയ്യുക. അപ്പോൾ അതെല്ലാവരും ഒന്ന് കയറി കാണുക. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്ത ചെറിയൊരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, സി യു.